കാണുന്ന സിനിമയ്ക്ക് മാത്രം പണം. ഫീച്ചർ ഫിലിം ആണെങ്കിൽ 75 രൂപ, ഷോർട്ട് ഫിലിം ആണെങ്കിൽ അതിലും കുറഞ്ഞ വില. നെറ്റ്ഫ്ലിക്സോ ആമസോൺ പ്രൈമോ ഒന്നുമല്ല. സംഭവം സി സ്പേസ് OTT പ്ലാറ്റ്ഫോമാണ്. സർക്കാരിന്റെ സ്വന്തം OTT പ്ലാറ്റ്ഫോം. രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിൽ രൂപം കൊണ്ടിട്ടുള്ള OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സി സ്പേസ് OTT പ്ലാറ്റ്ഫോം ഉദ്ഘാടനം ചെയ്യുക. KSFDCക്കാണ് നിർവഹണ ചുമതല. സിനിമകൾ തെരഞ്ഞെടുക്കുന്നതിന് ചലച്ചിത്ര പ്രവർത്തകരായ സന്തോഷ് ശിവൻ, ശ്യാമപ്രസാദ്, സണ്ണി ജോസഫ്, ജിയോ ബേബി, എഴുത്തുകാരായ OV ഉഷ, ബെന്യാമിൻ എന്നിവർ ഉൾപ്പെടെയുള്ള 60 അംഗ ക്യൂറേറ്റർ സമിതിയുണ്ട്. അന്തർദേശീയ ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിച്ചവയും ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയതുമായ സിനിമകൾ ക്യൂറേറ്റ് ചെയ്യാതെ തന്നെ പ്രദർശിപ്പിക്കും. മലയാള സിനിമകളാണ് പ്രദർശിപ്പിക്കുക. ആദ്യഘട്ടത്തിൽ 45 സിനിമകൾ ക്യൂറേറ്റർമാർ തെരഞ്ഞെടുത്തതായി ഷാജി എൻ കരുൺ അറിയിച്ചു. ഇതിൽ 35 ഫീച്ചർ ഫിലിമുകളും 6 ഡോക്യുമെന്ററികളും ഒരു ഹ്രസ്വചിത്രവുമാണുള്ളത്. നിരവധി പുരസ്കാരങ്ങൾ നേടിയ നിഷിദ്ധോ, B32 മുതൽ 44 വരെ എന്നീ സിനിമകൾ സി സ്പേസ് വഴി പ്രീമിയർ ചെയ്യും. കൂടാതെ മാർച്ച് 7 മുതൽ ഉപഭോക്താക്കൾക്ക് പ്ലേ സ്റ്റോറും ആപ്പ് സ്റ്റോറും വഴി സി സ്പേസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുന്ന സിനിമ 3 ദിവസം വരെയും കണ്ടു തുടങ്ങിയാൽ 72 മണിക്കൂർ വരെയും ഐഡിയിൽ സൂക്ഷിക്കാം. ഒരു ഐഡിയിൽ നിന്ന് 3 വ്യത്യസ്ത ഡിവൈസുകളിൽ കാണാനാകും. സിനിമയെ ഗൗരവമായി കാണുന്നവരെയും ചലച്ചിത്ര പഠിതാക്കളെയും പരിഗണിക്കുന്നതും കേരളീയ കലകളെയും സംസ്കാരത്തെയും പ്രതിനിധീകരിക്കുന്നതുമായ ഉള്ളടക്കവും സി സ്പേസിൽ ഉണ്ടാകും. സി സ്പേസ് വഴി കലാലയങ്ങളിലടക്കം ഫിലിം ക്ലബ്ബുകളെ പ്രോത്സാഹിപ്പിക്കാനും പദ്ധതിയുണ്ട്. സിനിമകൾ OTTയിലേക്ക് എത്തുന്നത് തിയേറ്റർ റിലീസിന് ശേഷമായിരിക്കും. ഈ സംവിധാനം സംസ്ഥാനത്തെ തിയേറ്റർ വ്യവസായത്തെ യാതൊരു രീതിയിലും ബാധിക്കില്ല എന്നും പ്രേക്ഷകന്റെ ഇഷ്ടപ്രകാരം തെരഞ്ഞെടുക്കുന്ന ചിത്രങ്ങൾക്ക് മാത്രം തുക നൽകുന്ന പേ പ്രിവ്യൂ സൗകര്യമുള്ളതിനാൽ ഇതിലേക്ക് സിനിമ നൽകുന്ന ഓരോ നിർമ്മാതാവിനും പിന്നീടുള്ള വർഷങ്ങളിൽ ഇതിന്മേലുള്ള വരുമാനത്തിന്റെ ഒരു ഭാഗവും ലഭിക്കും. ഉള്ളടക്കത്തിലും പ്രചാരണത്തിലും OTT മേഖലയിലെ വർദ്ധിച്ചുവരുന്ന അസന്തുലിത അവസ്ഥകളോടും വെല്ലുവിളികളോടുമുള്ള പ്രതികരണമാണ് സി സ്പേസിലൂടെ സാധ്യമാവുക. ചരിത്രം കുറിക്കുകയാണ് നമ്മുടെ സർക്കാരും സാംസ്കാരിക വകുപ്പും എന്നു തുടങ്ങി പ്ലാറ്റ്ഫോം തയ്യാറാണെന്ന നിലയിൽ സജി ചെറിയാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. നിർമ്മാതാക്കൾ സിനിമകൾ OTT പ്ലാറ്റ്ഫോമുകളിൽ നേരിട്ട് റിലീസ് ചെയ്യുന്നത് മൂലം തിയേറ്റർ ഉടമസ്ഥർക്കും വിതരണക്കാർക്കും ലാഭം കുറയുന്നുവെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ടെന്നും ഇത് ഉൾക്കൊണ്ട് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സിനിമകൾ മാത്രം പ്രദർശിപ്പിക്കാനാണ് സി സ്പേസ് തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് നിലവിൽ റിപ്പോർട്ടുകൾ പറയുന്നത്. കൂടാതെ സിനിമാ പ്രവർത്തകരുടെ ക്ഷേമത്തിന് നിശ്ചിത തുക നീക്കിവെക്കുന്നതും പരിഗണനയിലുണ്ട്.